അപ്പോൾ നിങ്ങൾ ഗ്യാസ്ട്രോൻട്രോളജി ഡോക്ടറെ കണ്ടിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. നിങ്ങളുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മുകളിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ, ഇടയ്ക്ക് ലൈക്ക് ലൂസായിട്ട് വയറ്റുന്നുണ്ട് പോകുന്നു. പല ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണിച്ചു, എൻഡോസ്കോപ്പി അതുപോലെ തന്നെ കൊളോണോസ്കോപ്പി ചെയ്തിട്ടുണ്ട്. ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ഒരു സൈക്യാട്രി ഡോക്ടറെ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒപ്റ്റിമൽ ആങ്സൈറ്റി ഫോർ ഒപ്റ്റിമൽ പെർഫോമൻസ് എന്നുള്ളതാണ്. അതായത് ജീവിതം മിതമായിട്ട് പോകാനായിട്ട് മിതമായിട്ടൊരു ആങ്സൈറ്റി വേണം. പക്ഷേ നിങ്ങളുടെ ആങ്സൈറ്റി ഒപ്റ്റിമലിനും മേലെയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഈ ആങ്സൈറ്റി സിംറ്റംസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ സിഗ്നൽസ് എന്ന് പറയുന്നത് നമ്മുടെ വയറ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിനാണ് വരിക. അതായത് എപ്പോഴും പറയാം ആൾക്കാർ, എനിക്കൊരു അസിഡിറ്റി അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വയറുവേദന അല്ലെങ്കിൽ വയറ് മുകളിലോട്ട് വരുന്ന പോലെ തോന്നുന്നു, ഭക്ഷണം മുകളിലോട്ട് വരുന്ന പോലെ തോന്നുന്നു. പലപ്പോഴും എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നു, ഇടയ്ക്ക് എനിക്ക് ലൂസ് മോഷൻ വരുന്നു. അതുപോലെ തന്നെ ലൈക്ക് ഓർക്കക്കുറവിന്റെ പ്രശ്നവും നിങ്ങളെ അലട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കോർ ഇഷ്യൂ ആങ്സൈറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ കോർ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ആന്റി ആങ്സൈറ്റി മെഡിക്കേഷൻ ഒരു 6 മുതൽ 8 ആഴ്ച വരെ നമുക്ക് തരാം. അപ്പോൾ ആന്റി ആങ്സൈറ്റി മെഡിക്കേഷൻ ഒരു 6 to 8 weeks നിങ്ങൾ കഴിക്കും. എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർത്തിയായിട്ട് മാറുന്ന ഒരു കാര്യമാണ് ഈ ഒരു ലൈക്ക് പ്രശ്നങ്ങൾ. രണ്ടാമത്, നമുക്ക് ജീവിതത്തിൽ സ്ട്രെസ് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് തരണം ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ കുറെ സ്ട്രെസ്സുകളുണ്ട്. ആ സ്ട്രെസ് വരുമ്പോൾ എങ്ങനെയാണ് തരണം ചെയ്യാൻ എന്നുള്ളതിന് ഒരു സൈക്കോ തെറാപ്പിയും നിങ്ങൾക്ക് അനിവാര്യമാണ്.